ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിതഭാരം കുറയ്ക്കാനായിട്ടുള്ള സിമ്പിൾ ആയതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ 20 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളാണ്. ഇതിനു മുന്നേ നമ്മൾ ശരിയായ ഭക്ഷണ രീതിയെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. എന്നാലേ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ശരീരഭാരം കുറയ്ക്കാൻ നമ്മുടെ ആഹാരത്തിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുകയും ആനുപാതികമായി പ്രോട്ടീന്റെയും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും അളവ് കൂട്ടുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കേണ്ടി വരില്ല. വിശപ്പ് മാറുകയും ചെയ്യും. എന്നാൽ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യാം. ഈ 20 റെസിപ്പികൾക്കും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇവ സിമ്പിൾ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്, ടേസ്റ്റിയാണ്. അതുപോലെ നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കാൻ തീർച്ചയായും സഹായിക്കും. ആദ്യത്തേത് പോഹ, അതായത് അവിൽ കൊണ്ടുള്ള ഉപ്പുമാവ്. അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൽ കുതിർത്ത അവിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വിശപ്പിനെ മാറ്റുന്നു. എന്നാൽ അതിൽ അന്നജം കുറവായതിനാൽ ശരീരഭാരം കൂട്ടുകയുമില്ല. ഈ വിഭവം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പച്ചക്കറികളെല്ലാം അതിൽ ചേർക്കുക. അതിൽ ചേർക്കുന്ന പീനട്ടിലും പയർവർഗ്ഗങ്ങളിലും ധാരാളം പ്രോട്ടീനുകൾ ഉണ്ട്. അടുത്തത് എഗ് ബുർജിയും ചപ്പാത്തിയും ഒരു നല്ല കോമ്പിനേഷൻ ആണ്. ചപ്പാത്തിയുടെ എണ്ണം 1 ആയിട്ട് ചുരുക്കുക. എഗ് ബുർജിക്ക് 2 മുട്ട വരെ ഉപയോഗിക്കാം. ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ ധാരാളമായി ഉൾപ്പെടുത്തുക. അത് നിങ്ങളുടെ വയറിന് നല്ലൊരു ഫില്ലിംഗ് ആണ്. അന്നജത്തിന്റെ അളവ് കുറവായതിനാൽ ശരീരഭാരം കൂട്ടുകയുമില്ല. എന്നാൽ പോഷകങ്ങളാൽ സമൃദ്ധമാണ്. അടുത്തത് പനീർ ബുർജി. മുട്ടയ്ക്ക് പകരം പനീർ ഉപയോഗിക്കാം. പനീർ പ്രോട്ടീന്റെ ഉറവിടമാണെന്ന് നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? പച്ചക്കറികളും കൂടി അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത് കടലക്കറിയും പച്ചക്കറികളും ആഡ് ചെയ്ത് നല്ലൊരു റൊട്ടി ഉണ്ടാക്കാം. അതിൽ അന്നജത്തിന്റെ അളവ് വളരെ കുറവാണ്. കടലപ്പൊടിയും പച്ചക്കറികളും ആഡ് ചെയ്ത് നല്ലൊരു റൊട്ടി ഉണ്ടാക്കാം. കടലപ്പൊടിയിൽ ധാരാളം പ്രോട്ടീൻസും നാരുകളും അടങ്ങിയിട്ടുണ്ട്. കടലപ്പൊടിയിലേക്ക് ഇഞ്ചി, ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ചപ്പ് തുടങ്ങിയവയെല്ലാം ഇട്ട് നല്ല മാവുണ്ടാക്കി നല്ല റൊട്ടി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്. നിങ്ങൾ രാവിലെ കഴിക്കുന്ന അരിഭക്ഷണത്തിന് പകരം ഈ വിഭവം കഴിച്ചാൽ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനാവും. അതുപോലെ ഈ വിഭവത്തിൽ കടലപ്പൊടിക്ക് പകരം ചെറുപയർ പൊടിയും ഉപയോഗിക്കാം. അതിലും ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കൂടുതൽ പോഷക മൂല്യമുള്ളതായിരിക്കും. മറ്റൊരു ഓപ്ഷനാണ് സാലഡ്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കുമല്ലേ? ഇതിൽ കലോറി വളരെ കുറവാണ്. പക്ഷെ ധാരാളം നാരുകളും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതിൽ കക്കിരി, ഉള്ളി, തക്കാളി, ചപ്പ്, വേവിച്ച കടല, ക്യാരറ്റ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തുക. മുളപ്പിച്ച ചെറുപയർ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് പുഴുങ്ങിയ മുട്ട. ഈ പുഴുങ്ങിയ മുട്ട 2 മുട്ട വരെ സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഏറ്റവും ഈസിയായി ഉണ്ടാക്കാൻ പറ്റും. ഇതിനേക്കാൾ ഏറ്റവും നല്ലത് ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ്. കാരണം അതിൽ ഒരുപാട് വെജിറ്റബിൾസ് കൂടി ചേരുമ്പോൾ വയറ് നിറഞ്ഞു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. 2 മുട്ടയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അടുത്തത് തിന ഇഡ്ഡലി. ഇഡ്ഡലിയിൽ പച്ചരിക്ക് പകരം തിന ഉപയോഗിക്കാം. അതിപ്പോ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ഇതിൽ ധാരാളം പ്രോട്ടീനും നാരുകളും അടങ്ങിയിട്ടുണ്ട്. തിനക്ക് കുറച്ച് വില കൂടുതലാണ്. പക്ഷെ ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷണങ്ങൾ വാങ്ങാൻ ഇതിനേക്കാളും കാശ് ചെലവാക്കാറുണ്ട്. കുറച്ച് കാശ് കൂടുതൽ ചെലവാക്കിയാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് തെറ്റല്ല. അടുത്തത് ഓട്സ് ഉപ്പുമാവ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓട്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഓട്സ് ഉപയോഗിക്കാതിരിക്കുക. അത് പ്രോസസ്സ് ചെയ്തു വരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അടുത്തത് സ്മൂത്തികൾ. സ്മൂത്തികൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. വറുത്ത നിലക്കടല, 1 ടീസ്പൂൺ ഓട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീഡ്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവയെല്ലാം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ നന്നായി കഴുകി മിക്സിയിൽ അടിച്ച് കഴിക്കുക. ഇതിൽ കലോറി വളരെ കുറവായിരിക്കും. എന്നാൽ പ്രോട്ടീനും മറ്റു പോഷകങ്ങളും അടങ്ങിയിട്ടുമുണ്ട്. സ്മൂത്തികൾ പലതരത്തിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. മറ്റൊരു സ്മൂത്തി ക്യാരറ്റ്, പഴം, ഡേറ്റ്സ് ഇവയെല്ലാം ഉപയോഗിച്ച് രാവിലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മധുരത്തിനായി ഒരിക്കലും പഞ്ചസാര ചേർക്കരുത്. പകരം ഈത്തപ്പഴം പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മധുരങ്ങൾ ഉപയോഗിക്കാം. അടുത്തത് കടല. വേവിച്ച കടല നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. താളിക്കുമ്പോൾ ഇത്തിരി വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് കഴിക്കാവുന്നതാണ്.
അടുത്തത് ചെറുപയർ വേവിച്ചത്. ചെറുപയർ വേവിച്ചത് രാവിലത്തെ ഭക്ഷണത്തിനായി ഉപയോഗിക്കാം. കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാം. ഇതിലെല്ലാം കലോറി കുറവാണ്. വിശപ്പിനെ കുറയ്ക്കുകയും ചെയ്യും. വയറ് നല്ല ഫുള്ളായ ഫീലിംഗ് ഉണ്ടാക്കുകയും ചെയ്യും. നല്ല പ്രോട്ടീൻ റിച്ച് ഭക്ഷണവുമാണ്. എന്നാൽ ശരീരഭാരം കൂട്ടുകയുമില്ല. അടുത്തത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്ലേറ്റ് ഫുള്ള് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. ഉണ്ടാക്കാൻ സമയ ചെലവില്ല, എന്നാൽ പോഷക സമൃദ്ധവുമാണ്. എന്നാൽ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് മാത്രം കഴിക്കരുത്. എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ട് ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. എത്ര നല്ല ഭക്ഷണമായാലും എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെ വെയിറ്റ് കുറയ്ക്കാനായി ഏത് അളവിൽ കഴിക്കണമെന്ന് നോക്കാം. ആദ്യത്തേത് ഇഡ്ഡലിയും സാമ്പാറും. അതിന് 2 ഇഡ്ഡലി എടുക്കുക. പ്ലേറ്റിന്റെ പകുതിയും പച്ചക്കറികൾ ഉൾപ്പെടുത്തിയ കഷ്ണങ്ങൾ അഥവാ സാമ്പാർ വിളമ്പാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പച്ചക്കറികളും കൂടി കഴിക്കുക. അടുത്തത് പുട്ടും കടലക്കറിയുമാണെങ്കിൽ 1 കഷ്ണം പുട്ടെടുക്കുക. പ്ലേറ്റിന്റെ 1/4 ഭാഗം കടലക്കറി വിളമ്പുക. 1/2 ഭാഗം സാലഡ് കഴിക്കുക. ഇത് നിങ്ങളുടെ വയറ് ഫില്ലാക്കുകയും എന്നാൽ ശരീരഭാരം കൂട്ടുകയുമില്ല. അടുത്തത് ദോശ. പ്ലെയിൻ ദോശ കഴിക്കുന്നതിന് പകരം വെജിറ്റബിൾസ് കൂടി ചേർത്ത് ദോശ ഉണ്ടാക്കാം. ഏത് ദോശ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ക്യാരറ്റ് ദോശ, ബീട്രൂട്ട് ദോശ, എഗ് ദോശ എന്നിവ കഴിക്കാം. അതാകുമ്പോൾ അരിയുടെ അളവ് കുറച്ച് ആ ഭാഗത്ത് കൂടി പച്ചക്കറികൾ കഴിക്കാൻ പറ്റൂ. പക്ഷെ ദോശയുടെ എണ്ണം കൂടാതെ ശ്രദ്ധിക്കുക. അടുത്തത് ഊത്തപ്പം. ഊത്തപ്പം നല്ലൊരു ഓപ്ഷൻ ആണ്. ധാരാളം പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് ഊത്തപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യുക. തീർച്ചയായും ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം എക്സസൈസുകൾ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.